അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ്. 200-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളുമായി. ജിഷ്ണു, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി DNA സാമ്പിളുകൾ ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ DNA സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കുന്നതിനായി ഏകദേശം 72 മണിക്കൂറോളം വേണ്ടിവരും എന്നും ചില വിദഗ്ധ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കാലതാമസം നേരിടുന്നൊരു കാര്യം നമ്മുടെ മലയാളിയായ രഞ്ജിതയെ സംബന്ധിച്ച്, രഞ്ജിതയുടെ സഹോദരൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസത്തിലധികം അവിടെ തങ്ങേണ്ടി വരുമോ എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, രഞ്ജിതയുടെ സഹോദരൻ ഇവിടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 6:50 കൂടിയാണ് കേരളത്തിൽ നിന്ന് രഞ്ജിതയുടെ സഹോദരൻ ഇവിടെ അഹമ്മദാബാദിൽ എത്തിയിട്ടുള്ളത്. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ DNA സാമ്പിൾ ശേഖരിച്ച് അതിൻ്റെ പരിശോധന പൂർത്തിയാക്കുന്നതിന് സമയം എടുക്കും. ഏകദേശം 72 മണിക്കൂറിലധികം പരിശോധനാ ഫലം ലഭിക്കുന്നതിന് ഉണ്ടാകും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ ഈ സിവിൽ ആശുപത്രിയിലേക്ക് എത്തി അത്തരം നടപടികൾ പൂർത്തിയാക്കി ആ പരിശോധനാ ഫലം ലഭിച്ച് അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. അതിനൊരു കാലതാമസം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് ഈ അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്, അതിന് ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്നതിന് കൃത്യമായിട്ടുള്ള പ്രൊസീഡിങ്സ് അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് വേണം അത്തരം നടപടികൾ സ്വീകരിക്കാൻ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മരിച്ചവരുടെ എല്ലാം തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 214-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഓരോ സാമ്പിളും പരിശോധിച്ച് അതിൻ്റെ ഫലം ലഭിക്കുന്നതിന് ഏകദേശം 72 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു 2-3 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന നടപടികളായിരിക്കും ഈ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് മൃതദേഹം വിട്ടു നൽകുന്നതിലുമെല്ലാം തന്നെ ഉണ്ടാവുക. അത്തരത്തിലാണ് ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള മലയാളി സമാജത്തിൻ്റെ ആളുകളും ഒപ്പം ഉദ്യോഗസ്ഥരും നേരത്തെ തന്നെ ആശുപത്രിയിലെത്തി ആ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ സിവിൽ ആശുപത്രിയിലേക്കാണ് ഈ രഞ്ജിതയുടെ സഹോദരൻ പോകുന്നത്. അവിടെ നടപടികൾ ഉണ്ട്. അതായത് DNA സാമ്പിൾ നൽകേണ്ടതുണ്ട്, DNA പരിശോധനയ്ക്കായി സാമ്പിൾ നൽകേണ്ടതുണ്ട്. കൂടാതെ മറ്റ് നടപടികളും പൂർത്തിയാക്കി ഏതായാലും 2 ദിവസം ഈ മൃതദേഹം വിട്ടുകിട്ടാൻ എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ കാര്യം പരിശോധിക്കുമ്പോൾ 60-ലധികം ആളുകളാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ 20-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് വിമാനത്തിൻ്റെ ഒപ്പം മറ്റ് കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടികൾ തുടരുകയാണ്. രോഹിണി. ജിഷ്ണു, നേരത്തെ തന്നെ ജിഷ്ണുവിനോട് കേരള സമാജം മലയാളി അസോസിയേഷൻ പ്രതികരിക്കുകയുണ്ടായി. രഞ്ജിതയുടെ സഹോദരന് വേണ്ടുന്ന എല്ലാ സഹായ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കും എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് എന്നും അതിൻ്റെ പ്രസിഡന്റ്, സമാജത്തിൻ്റെ പ്രസിഡന്റ് ജിഷ്ണുവിനോട് നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വ്യക്തമാക്കുകയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള സഹോദരൻ അവിടെ ഒരു ദിവസത്തോളം തങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ടോ? നാട്ടിലേക്ക് എത്തുമ്പോൾ, നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും ധാരണ മലയാളി അസോസിയേഷൻ പങ്കുവയ്ക്കുകയുണ്ടായോ?
രോഹിണി, രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സാമ്പിൾ പരിശോധനയ്ക്കായാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. ആ സാമ്പിൾ നൽകിയതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് തന്നെ സാധാരണഗതിയിൽ 72 മണിക്കൂറിലധികം സമയമെടുക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. ബാക്കി ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹം വിട്ടു നൽകുക. അതുകൊണ്ട് ഒരു ദിവസം എന്നുള്ളതല്ല, നമുക്ക് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാക്കുന്നത് ഏകദേശം 2 അല്ലെങ്കിൽ അതിലധികമോ ദിവസം ഈ മൃതദേഹം കിട്ടുന്നതിനെടുക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഈ ആശുപത്രി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചകൾ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് എത്രയും വേഗത്തിൽ ആ പരിശോധനകൾ നടത്തി മൃതദേഹം നാട്ടിലെത്തിക്കാൻ, അത് രഞ്ജിതയുടേത് മാത്രമല്ല, ഈ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ അതിവേഗത്തിൽ എത്ര പെട്ടെന്ന് ആ പ്രവർത്തനങ്ങൾ, ആ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ അത്ര പെട്ടെന്ന് ആ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ വിട്ടു നൽകാനാണ് ആശുപത്രി അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മരണസംഖ്യ സംബന്ധിച്ചും ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോഴും നമുക്ക് അനൗദ്യോഗികമായിട്ടുള്ള വിവരം മാത്രമാണ് ഈ അപകടത്തിൻ്റെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് ഒരു 265 മുകളിലേക്ക് മൃതദേഹങ്ങൾ ആശുപത്രിയിലുണ്ട് എന്നുള്ളത് ആശുപത്രി അധികൃതർ വാക്കാൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ ഈ ഹോസ്റ്റലിലെ ഈ വിമാനം വന്ന് പതിച്ച ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പറയുന്നത് ആ സംഭവ സ്ഥലത്ത്, വിമാനത്തിലല്ലാതെ ആ സംഭവ സ്ഥലത്തുള്ള 20-ലധികം പേർ, അത് മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപത്ത് ആ കെട്ടിടത്തിലുണ്ടായിരുന്നവർ, ആ കെട്ടിടത്തിൻ്റെ സമീപത്ത് കടയിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ 20-ലധികം പേർ അവിടെ മരിക്കാൻ മരിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ എത്തിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഇനി അടുത്ത ക്രമീകരണങ്ങൾ? രഞ്ജിതയുടെ സഹോദരൻ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് തന്നെയാണ് അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അവരെ ഇവിടെ നിന്നും സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട്. DNA ടെസ്റ്റ് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ DNA ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് എല്ലാം കിട്ടത്തുള്ളൂ. ആ 72 മണിക്കൂറിനുള്ളിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ അണ്ടറിൽ തന്നെയാണ്, എയർ ഇന്ത്യക്കാർ തന്നെയാണ് ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഞങ്ങൾ അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ സൈഡിൽ നിന്നും എല്ലാ ഹെൽപ്പുകളും ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് കൊണ്ടുവന്നിടം വരെയുള്ള, ഇപ്പോൾ ഇവരുടെ കൂടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫുണ്ട്. എയർ ഇന്ത്യയുടെ സ്റ്റാഫുണ്ട് ഇപ്പോൾ അവരുടെ കൂടെ. അവരെ നമ്മുടെ കൂടെ വരുന്നില്ല, എയർ ഇന്ത്യയുടെ സ്റ്റാഫിൻ്റെ കൂടെയാണ് പോയേക്കുന്നത്. അവർക്ക് അക്കോമഡേഷനൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ നേരെ ഇപ്പോൾ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് സിവിൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ഹെൽപ്പ് ഞങ്ങളിൽ നിന്നും വേണോ അഹമ്മദാബാദ് കേരള സമാജം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതാണ്. ഡെഡ് ബോഡി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയും എയർ ഇന്ത്യ തന്നെ ഏകോപിപ്പിക്കും. എയർ ഇന്ത്യ തന്നെയാണ് അഹമ്മദാബാദിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവന്നതിൻ്റെ നടപടികൾ, ക്രമങ്ങളും എല്ലാം എയർ ഇന്ത്യയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഞങ്ങളുടെ ഹെൽപ്പ് എന്ത് വേണോ അത് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ എത്തിയപ്പോൾ അവരോടൊപ്പം എയർ ഇന്ത്യയുടെ സ്റ്റാഫ്, അവരുടെ ഉദ്യോഗസ്ഥരും കൂടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഈ പ്രവർത്തനങ്ങൾ, ഈ നടപടികൾക്ക് വേണ്ടി രഞ്ജിതയുടെ സഹോദരനൊപ്പമുള്ളത്. അപ്പോൾ ഈ പ്രതികരിച്ച വ്യക്തികളിൽ നിന്ന്, ഈ മലയാളി സമാജത്തിൻ്റെ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃതദേഹത്തിൻ്റെ ഈ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾക്ക് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഈ ബന്ധുക്കളോടൊപ്പം നിൽക്കുന്നുണ്ട്. കൂടാതെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടിയും എയർ ഇന്ത്യ തന്നെയായിരിക്കും നേരിട്ട് ഏകോപിപ്പിക്കുക. ഒപ്പം സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സിവിൽ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകും. ആ പരിശോധനാ ഫലം ലഭിച്ച് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. അത്തരത്തിൽ ഈ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ തിരിച്ചറിയാനും അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുമുള്ള നടപടികൾ അഹമ്മദാബാദിൽ സിവിൽ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. രോഹിണി. ശരി ജിഷ്ണു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എയർ ഇന്ത്യ അധികൃതർ തന്നെയാണ് എല്ലാ സഹായങ്ങളും നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് സിവിൽ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. DNA സാമ്പിൾ പരിശോധനയ്ക്കായാണ് എയർ ഇന്ത്യ അധികൃതരോടൊപ്പം സഹോദരൻ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരള സമാജം വ്യക്തമാക്കിയത് അവരെയാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്യും എന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യ അധികൃതർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് രഞ്ജിതയുടെ സഹോദരനെ അനുഗമിക്കുന്നതും അതോടൊപ്പം താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതും സർക്കാർ സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.